റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. ഞാൻ പറഞ്ഞ 3 വീടുകൾ മന്നത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ അത് നൽകുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് നൽകിയിരിക്കുകയാണ്. മോഹൻലാൽ ഇന്ന് വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലങ്ങളെല്ലാം പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ലാലേട്ടൻ പ്രത്യേകിച്ച് നമ്മുടെ എയർപോർട്ടിൽ വന്ന സമയത്ത് കുറെ ആൾക്കാരുടെ തെറിവിളികളുണ്ടായിരുന്നു. ഇയാളുടെയും കൂടെ കുറവേ ഉള്ളൂ, ഇയാൾ വന്നിട്ട് ഇനി എന്ത് കാണിക്കാനാണ്, ഇയാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അയാൾ അടുത്തൊരു കോമാളിയാണെന്നൊക്കെയുള്ള രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള കുറെ കമന്റുകളാണ് വന്നത്. ഇതിനുശേഷം ലാലേട്ടൻ കുറച്ച് മീഡിയാസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കേട്ട് നോക്കാം. പറയാനുള്ളത്, ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷനാണ്. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ്. അപ്പം നമ്മളൊരു 3 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ്, ഒരു പുനരുദ്ധാരണ പ്രോജക്റ്റിന് ഞങ്ങളിപ്പം അനൗൺസ് ചെയ്യാണ്, ഞങ്ങൾ ഇവിടെ വെച്ച് ചെയ്യാണ്. അതായത് ലാലേട്ടനും കൂടി ഭാഗമായിട്ടുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അവരിപ്പോൾ ഒരു 3 കോടി രൂപ കൊടുക്കാനായിട്ടാണ് ഈ ഒരു വിഷയത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും വലിയൊരു കാര്യമാണ്. ഇപ്പം ആദ്യമേ ലാലേട്ടൻ ഈ പറയുന്ന രീതിയിൽ എയർപോർട്ടിൽ വന്ന സമയത്തും പ്രത്യേകിച്ച് ഈ ലെഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്ന പദവി ലാലേട്ടനെ നേരെ വെച്ച് ഉപയോഗിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞവർക്കും പിന്നെ കളിയാക്കിയവർക്കും ഇപ്പോൾ ഏകദേശം അടപ്പിക്കുന്ന രീതിയാണ് ഇതിനുള്ളൊരു മറുപടി. കാര്യം പുള്ളിക്കാരൻ അല്ലാതെ തന്നെ 25 ലക്ഷം രൂപ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഈ ഒരു കാര്യം കൂടെ ചെയ്യുന്നത് വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാര്യം ലാലേട്ടനെ പറ്റിയിട്ട് എല്ലാവരും വന്നിരുന്നത് ഭയങ്കര പുച്ഛത്തോടെ വന്നിരുന്നത് എന്ത് ചെയ്തിട്ടാണ് മറ്റേ അറച്ചെന്ന് പറയുമ്പോഴത്തേക്ക്, എടാ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് വന്നിരുന്ന ഈ ആളെ വിളിക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് വന്നിരുന്ന ഈ ആൾക്കാരെ ചിത്രയെ വിളിക്കുക. ഈ കമന്റ് ബോക്സിൽ കാണുന്ന തോന്നിവാസം ഉണ്ടല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ഈ പറയുന്നത് ഇത് നിങ്ങൾക്കൊന്നും വിഷമമില്ല, നിങ്ങൾക്ക് സങ്കടമില്ല, വയനാട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്ക് സന്തോഷമില്ല, എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. കാര്യം ഈ പറയുന്നവർ എന്തെങ്കിലും ചെയ്തിട്ട് ഈ നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. ഒന്നും ചെയ്യാതെയാണ് വന്നിരുന്ന് ഇത്രയും ഡയലോഗ് അടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. പുള്ളിക്കൊണ്ട് പറ്റുന്ന രീതി പുള്ളി ചെയ്തു. ലാലേട്ടനെ കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം അത് മാത്രമല്ല, ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ, എത്രയോ ആൾക്കാർ വന്നിരുന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. സൂര്യ, കാർത്തിക്കും പിന്നെ ജ്യോതികയും കൂടെ ചേർന്ന് 50 ലക്ഷം രൂപയാണ് കൊടുത്തേക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ആക്ട്രസും ഒരുപാട് പേര് പൈസ ഇതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുമുണ്ട്. ഈ വയനാട്ടിൽ നടന്ന ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടല്ല എല്ലാവരുടെയും പ്രശ്നമെന്ന് പറയണത്. മോഹൻലാൽ ഇങ്ങനെ വന്ന് മറ്റേ എയർപോർട്ടിൽ വന്നപ്പോൾ ആൾക്കാർ കൂടി. അത് മാത്രമല്ല, പിന്നെ മോഹൻലാൽ ഈ പറയുന്ന ലെഫ്റ്റനന്റ് കേണലിന്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നു, അതിന് ആൾക്കാർക്ക് കുറ്റം. ആൾക്കാരുടെ വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ് വലിയ കാര്യങ്ങൾ. അല്ലാതെ ഈ ലാൻഡ് സ്ലൈഡിലെ കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് ഒരു വിഷയമേ അല്ല. അവിടെ ഈ എന്തെല്ലാം ആൾക്കാർ അവിടെ അനുഭവിക്കുന്നുണ്ട്, എന്തെല്ലാം ദുരിതങ്ങൾ ഇപ്പോൾ അവിടെ അനുഭവിക്കുന്നുണ്ട് ആൾക്കാരെന്ന് പോലും അവർക്കാർക്ക് മൈൻഡ് ചെയ്യണ്ട. നേരെ മറിച്ച് അവർ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ വീഡിയോസ് ഇടുന്നു, ആരൊക്കെ നല്ല ഫോട്ടോസ് ഇടുന്നു, അതിനെല്ലാം പോയിരുന്ന് തെറി വിളിക്കാനാണ് ഇവരുടെ എല്ലാവരുടെയും മെയിനായിട്ടുള്ള ഒരു പരിപാടി. അതേപോലെ തന്നെ അഖിൽ മാരാറ് ഇത് കണക്ക് 4 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ 3 വീടുകൾ ഈ പറയുന്ന ഏതൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് അവർ പണിഞ്ഞു കൊടുക്കും. ഒരു വീട് ഈ പറയുന്ന മാരാറിന്റെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും മാരാറിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, എന്തായാലും മാരാറിനെ സംബന്ധിച്ച് മാരാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മാരാർക്ക് പ്രത്യേകിച്ച് ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ അഡ്വർടൈസ്മെന്റും ഇങ്ങനെയൊക്കെയുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പൈസയാണ് പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻകം എന്ന് പറയുന്നത്. അതിൽ നിന്നൊരു ഇൻകം മാറ്റി വെച്ചിട്ട് പുള്ളിക്കാരൻ വീട് പണിഞ്ഞു വെച്ച് കൊടുക്കുമെന്നാണ് പറയുന്നത്. അത് വലിയൊരു കാര്യം. പിന്നെ അത് മാത്രമല്ല, മന്നത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നവർ 3 വീടും വെച്ച് കൊടുക്കുന്നു. ഇതെല്ലാം മാരാർ അതിന് വാക്ക് തന്നിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അത്
അപ്പം മാരാറിൻ്റെ ഈ ഒരു കേസ് വന്നപ്പോഴും താഴെ ഈ പറയുന്ന തെറിവിളി തന്നെയാണ്. ഓരോ കമൻസുകളും നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇതിനെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല, നീയാണോ ഈ വീട് വെച്ച് കൊടുക്കാൻ പോണത്, അതൊക്കെ നീ ചെയ്തിട്ട് നമുക്ക് കാണാം എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശമായിട്ടും കളിയാക്കിയൊക്കെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ഈ ഫേസ്ബുക്കിൽ ഇതുപോലെ കുറേ ബോധമില്ലാത്ത കുറേ നാറികളുണ്ടെന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാരുടെ റിയൽ ഫേസ് നല്ലോണം മനസ്സിലാവുന്നുമുണ്ട്. എത്ര മോശമായിട്ടാണോ ഈ ഒരു വിഷയത്തിൽ ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.